ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇമേജ് കൊണ്ടുവരാം, അതുപോലെ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി കൊണ്ടുവന്ന ഒരു ഡോക്യുമെൻറ്റിനെ എങ്ങനെ റീസൈസ് ചെയ്യാം. നമ്മളൊരു സൈസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്ത് ഓൾറെഡി കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഇനി റീസൈസ് ചെയ്യാം, എങ്ങനെ അത് നമ്മുടെ ആവശ്യത്തിന് റീസൈസ് ചെയ്ത് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ ആദ്യം തന്നെ ഞാനൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൽ ന്യൂ എടുക്കുന്നു. അതിന് ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് തന്നെ, അതല്ല എനിക്ക് ആവശ്യമായിട്ടുള്ള സൈസ് ഇപ്പോൾ സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ ഞാനൊരു 20 വിഡ്ത്തും അതുപോലെ 10 ഹൈറ്റും കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതാണ് ആ ഡോക്യുമെന്റ്. ഇനി ഈ ഡോക്യുമെന്റ് ഞാൻ എടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിനെ ഒന്ന് റീസൈസ് ചെയ്യണം എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ റീസൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ഓപ്ഷൻ, ഇവിടെ ഇമേജിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇമേജ് സൈസ്, മറ്റൊന്ന് ക്യാൻവാസ് സൈസ്. നമുക്ക് ക്യാൻവാസ് സൈസ് എന്താണ് നോക്കാം. ക്യാൻവാസ് സൈസ് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പാനൽ ഓണായി വരും. അതിലിവിടെ വിഡ്ത്ത് ഹൈറ്റ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പിക്സലിലാണുള്ളത്, ഇഞ്ചസിലാണുള്ളത്. നമ്മളത് ചേഞ്ച് ചെയ്ത് സെൻറ്റിമീറ്ററിലാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത 20 and 10 എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് 20 വേണ്ട, എനിക്കിവിടെ 10 ആണ് വേണ്ടതെങ്കിൽ 10 കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം നമുക്ക് ആ സൈസ് മാറിയതായിട്ട് കാണാം. ആ ക്യാൻവാസിൻ്റെ സൈസ് മാറിയതായിട്ട് കാണാം. സെയിം ഓപ്ഷൻ ഇവിടെ നമുക്ക് ഇമേജ് സൈസിലും ഉണ്ട്. നമ്മൾ ചില കേസിൽ നമുക്ക് ഇത് യൂസ് ഉണ്ടാവില്ല. കാരണം ഇമേജ് സ്ട്രെച്ച് ആവാനും ഇമേജ് കട്ടാവാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെതായ സമയത്ത് അത് യൂസ് ചെയ്യുക ഓരോന്നും. ഇനി നമുക്ക് നോക്കാനുള്ളത് ലേയേഴ്സ് ആണ്. എങ്ങനെയാണ് ലേയേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഏരിയയിൽ ഇവിടെ കാണുന്ന ഈ ഒരു പാനലാണ് ലേയേഴ്സ്. 3 ടൈപ്പ് ലേയേഴ്സ് ആണുള്ളത്. ഒന്ന് ഇമേജ് ലെയർ, മറ്റൊന്ന് ഒബ്ജക്റ്റ് ലെയർ. ഒബ്ജക്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന ലെയർ ആണ്. ദെൻ ടെക്സ്റ്റ് ലെയർ. ഇങ്ങനെ 3 ലെയേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇമേജ് ലെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പുറത്തുനിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരുന്നു. നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്കിവിടെ കാണാം. ഇത് ലോക്കായിരിക്കും. ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl J പ്രസ് ചെയ്തിട്ട് ഒരു ലെയർ ആക്കി മാറ്റണം. അത് അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ലെയറായി മാറി. ഇതിപ്പോൾ ഒരു ലെയറായി മാറി. ഇനി ഇത് ഒരു ഡോക്യുമെന്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു, അതിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു നോക്കാം. ഞാനിവിടെ Ctrl N പ്രസ് ചെയ്ത് ഒരു ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഇമേജ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യും. എൻ്റർ അടിക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ലെയർ അത് അവിടെ തന്നെ ഉണ്ടാവും. അതിന് മുകളിൽ ആ ഇമേജിൻ്റെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വരും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയർ. അപ്പോൾ ഈ ലെയർ ഇതിന് പറയുന്നതാണ് ഇമേജ് ലെയർ. ഇതൊരു ഇമേജിന്റെ ലെയർ അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് ഒരു ലെയർ ആയിട്ട് വന്നു. ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെയർ നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവുകയും ചെയ്യും. നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം, ഷോ ചെയ്ത് വെക്കണമെങ്കിൽ ഷോ ചെയ്ത് വെക്കാം. അതല്ല ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയർ ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടെക്സ്റ്റ് ലെയർ. അത് നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു ടൂളാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂള്. അത് പഠിക്കാം. അതിൻ്റെ കൂടെ ഈ ടെക്സ്റ്റ് ലെയർ എന്താണെന്ന് കൂടി പഠിക്കാം. അപ്പം ഞാനിവിടെ ടി എന്നുള്ള ഈ ടിയുടെ ഒരു ഐക്കൺ കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തു. ഇതാണ് ടെക്സ്റ്റ് ലെയർ. അപ്പോൾ ആ ടെക്സ്റ്റ് ലെയർ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് എന്താണോ ടെക്സ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്, ഇവിടെ ഈ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ആ ടെക്സ്റ്റ് അവിടെ റെഡിയായി. ഇവിടെ നമുക്ക് കാണാം ഒരു ടിയുടെ
ചിഹ്നം ഒരു ഐക്കണായിട്ട് ഇവിടെ കാണാം. ഇതാണ് ടെക്സ്റ്റ് ലെയർ. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഇമേജ് ലെയർ പോലെയല്ല, ഇതിനൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ലെയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു ടി എന്നുള്ള ഒരു ഐക്കൺ വെച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ലെയർ ആണ്. ഇതിനെ നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇനി ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് ടൂളിനെ, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കൺ ഇതിന്റെ ഉള്ളിൽ ഈ 4 ബോക്സ് നോക്കാം. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് നമുക്ക് ഈ ടെക്സ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാം. പുതിയ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡും ചെയ്യാം. ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, അതിനെ ആവശ്യാനുസരണം മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ലെയർ. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ലെയർ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ലെയർ എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ഒരു ടൂൾ തന്നെ പഠിക്കേണ്ടതുണ്ട്, അതായത് ടെക്സ്റ്റ് ടൂള്. എന്നാലും മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ലെയർ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ലെയർ നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ടൂൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ടൂൾ റെക്ടാങ്കുലർ ടൂളാണ്, റെക്ടാങ്കുലർ മാർക്ക് ടൂൾ. ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം 2 ടൂൾ കാണാം, റെക്ടാങ്കിൾ മാർക്ക് ടൂൾ അതുപോലെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ. ഈ 2 ടൂളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഏതെങ്കിലും ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു സെലക്ഷൻ കിട്ടും. ഈ ചെയ്യുന്ന പ്രോസസ്സിന് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പ്രോസസ്സിനെ സെലക്ഷൻ എന്നാണ് പറയാം. അപ്പോൾ സെലക്ഷൻ വന്നു. അതിനുശേഷം നമുക്കത് കളർ ഫില്ല് ചെയ്യണം. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ലെയർ വേണം, എങ്കിൽ മാത്രമേ ആ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുള്ളൂ. ലെയർ ഇടാതെ നമ്മൾ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ലെയർ ഇടാതെ ഞാൻ കളർ ഫില്ല് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കളർ ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫില്ല് പ്രസ് ചെയ്യാം. ഈ കണ്ടൻസിൽ ഫോർഗ്രൗണ്ട് കളർ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ അവിടെ ഫില്ല് ആവുന്നതായിരിക്കും. അതല്ല, അത് നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആണ് അത്രയും ചെയ്യുന്നത്. അതിന് പകരം അതിനൊരു ഷോർട്ട് കീ ഉണ്ട്, ആൾട്ട് പ്ലസ് ബാക്സ്പേസ്. ഇത് ആൾട്ട് പ്ലസ് ചെയ്തതിന് ശേഷം ബാക്സ്പേസ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ ഫില്ലാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിക്കൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അതായത് ഡീസെലക്ട്. അതല്ലെങ്കിൽ Ctrl +D. അപ്പോൾ അത് ഡീസെലക്ട് ആയി. ഇത്രയും പ്രോസസ്സ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എനിക്ക് ഇതിനെ മൂവ് ചെയ്യണം എങ്കിൽ ഞാനിവിടെ മൂവ് ടൂൾ യൂസ് ചെയ്ത് ഇതിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ഇത് മൂവ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെയർ ഇട്ടിട്ടില്ല. അപ്പോൾ ലെയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ലെയർ ഇട്ടാൽ മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റെവിടെയെങ്കിലും ലെയർ ഇടാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലെയർ ഇട്ടുകൊണ്ട് നമുക്കൊരു കളർ ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സെലക്ഷൻ ഇവിടെ ഉണ്ട്. ഇനി ഞാനൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ടൂള് ഓപ്ഷൻ ഇവിടെ ഈ കാണുന്ന ഓപ്ഷനാണ്. അവിടെ ജസ്റ്റ് മൗസ് പോയിന്റ് കൊണ്ടുവച്ചാൽ കാണാം ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് കാണാം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അവിടെ ഒരു ലെയർ ഓണായി വരും. അതിനുശേഷം ആൾട്ട് പ്ലസ് ബാക്സ്പേസ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ ഫില്ലായി. അതിനുശേഷം Ctrl D അടിച്ച് ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ ഈ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് പഠിച്ചു വെക്കുക. ഇപ്പോൾ ലെയർ ഇട്ടിട്ടില്ല, നമ്മൾ ആദ്യം ചെയ്ത ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയുള്ള സെലക്ഷൻ വരച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാതെ Shift + Ctrl + N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാനൽ ഓണായി വരും. അവിടെ നമ്മൾ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനലാണ് ഓണായി വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ലെയറിന് പേര് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ ലെയർ 1 എന്നാണ് ഉള്ളത്. നമുക്കവിടെ റീനെയിം ചെയ്യാം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ പേര്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ ഒരു ലെയർ വന്നു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ കളർ ഫില്ല് അവിടെ ചെയ്യാം. കളർ ഫില്ല് ചെയ്യാം. അതിനുശേഷം Ctrl D പ്രസ് ചെയ്ത് ഡീസെലക്ട് ചെയ്യാം. മൂവ് ടൂൾ വെച്ച് നമുക്കതിന് മൂവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിൽ, അതായത് ഒരു സെലക്ഷൻ കൊടുത്ത് അതിനെ കളർ ഫില്ല് ചെയ്യുന്നത്, ലെയർ ആഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഒരു റെക്ടാങ്കുലർ വരച്ച് ഞാനൊരു ലെയറിൽ കളർ ഫില്ല് ചെയ്ത് കാണിച്ചു.
ഇനി നമുക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള, അതായത് ആ റെക്ടാംഗിൾ മാർക്കി ടൂളിന്റെ തൊട്ട് താഴെ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം അത് വെച്ച് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. കാണാം, നമുക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരച്ച് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ യൂസ് ചെയ്യുന്നത്. അതും ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ വരക്കുക, അതിനുശേഷം ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ഈ ഏരിയയിൽ വന്നിട്ട്, അതായത് ഇവിടെ സെറ്റ് ഫോർഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു കളർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ലെയർ ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ഓക്കെ ആണെങ്കിൽ കളർ ഫിൽ ചെയ്യുക. എന്നിട്ട് Ctrl D പ്രസ് ചെയ്ത് ഡീസെലക്ട് ചെയ്യുക. ഇത്രയും പ്രോസസ് ചെയ്തതിനു ശേഷം നമുക്കത് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കാം. നമ്മളെ ഒബ്ജക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തിനാണ് റെക്ടാംഗിൾ മാർക്കി ടൂൾ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെക്ടാംഗിൾ മാർക്കി ടൂൾ തന്നെ നോക്കാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ റെക്ടാംഗിൾ മാർക്കി ടൂൾ യൂസ് ചെയ്തിട്ട് വരക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ബോക്സ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ബോക്സ് അല്ല ക്രിയേറ്റ് ആവുന്നത്. എങ്ങനെ എനിക്ക് നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ബോക്സ് വരക്കാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേജിൽ വരാം. അതിനുശേഷം ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് വരക്കുമ്പോൾ കാണാം നമുക്ക് ഈക്വൽ ആയിട്ട് നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പാണ് നമുക്ക് ക്രിയേറ്റ് ആയി വരുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ലെയർ ഇട്ടുകൊണ്ട് നമുക്ക് അവിടെ കളർ ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ മാർക്കി ടൂളിലും നമുക്ക് കറക്റ്റ് റൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡാണ്. ഷിഫ്റ്റും ആൾട്ടും പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പിംഗ്, അതുപോലെ മെർജിങ്, ദെൻ ഫ്ലാറ്റേൺ. ഈ മൂന്ന് ഓപ്ഷൻസ് ആണ്. എന്താണ് ഗ്രൂപ്പിംഗ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു കുറച്ച് പിക്ചേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു 4 അതുപോലെ ഇവിടെ ഈ ഒരു 4. എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് മെർജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു 4 പിക്ചർ ഒരു ഗ്രൂപ്പും, അതുപോലെ ഈ ഒരു 4 പിക്ചർ മറ്റൊരു ഗ്രൂപ്പ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പിക്ചേഴ്സ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഈ കാണുന്ന 4 ടോപ്പിൽ ഞാൻ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 എങ്ങനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ 4 സെലക്ട് ചെയ്യുന്നു ഒരുമിച്ച്. ഇത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള 3 കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ 4 ലെയറും 4 ഇമേജ് ലെയറും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവിടെ മൂന്നാമത് കാണുന്ന ടൂൾ നോക്കാം, ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പായി മാറി. ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ഇമേജും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമുക്ക് ഈ ഗ്രൂപ്പിനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ 4 ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റും. അതുപോലെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ 4 സെപ്പറേറ്റ് മൂവ് ചെയ്യാനും ആക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെയാണ് അതാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മെർജിങ് എന്താണെന്ന് നോക്കാം. ഈ 4 ഇമേജസ് മെർജ് ചെയ്ത് നോക്കാം. ഈ ടോപ്പിൽ കാണുന്ന ഈ 4 നമ്മുടെ ഇവിടെ കാണുന്ന 4 ഇമേജസ്. ഞാൻ ഈ 4 ഇമേജസും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മെർജിങ് എന്താണെന്ന് നോക്കാം. ഇത് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെർജ് ലെയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം അതൊരു ലെയർ, ഒറ്റ ഇമേജ് ലെയറായി അല്ലെങ്കിൽ ഒരു ലെയറായി മാറി നമുക്കിവിടെ കാണാം. ഈ രണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത മെർജിങ്ങിന്റെയും ഗ്രൂപ്പിങ്ങിന്റെയും വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെർജ് ചെയ്ത ഇമേജിനെ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ബിക്കോസ് അതെല്ലാം കൂടി ഒരു ഇമേജായി മാറി. ഇനി ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നേരെ. പക്ഷേ നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഈ ഏരിയയിലുള്ള പിക്ചേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ മെർജ് ചെയ്ത ഒബ്ജക്ട്സിനെ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി, മെർജിങ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ ഇനി ഫ്ലാറ്റേൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് എങ്ങനെ ഫ്ലാറ്റേൺ ചെയ്യാം, അതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, ദോഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത് എല്ലാം സെലക്ട് ചെയ്യുന്നു. ചെയ്തിരിക്കുന്ന ഇത്രയും
ലെയേഴ്സ് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലാറ്റൺ ഇമേജ് കൊടുത്തു. എല്ലാം കൂടി ഒരു ഇമേജായി ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടായി മാറുകയാണ് ചെയ്തത്. ഇതിന് നമുക്കിനി എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില വർക്കിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, ചില വർക്കിൽ നമുക്ക് മെർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ഏതാണോ ഈസി, ഏതാണോ കംഫർട്ട് എന്ന് തോന്നുന്നത് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെയേഴ്സ്, അതുപോലെ ഇമേജ് ലെയേഴ്സ്, ഒബ്ജക്റ്റ് ലെയേഴ്സ്, ടെക്സ്റ്റ് ലെയേഴ്സ്, ഗ്രൂപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള റെക്ടാങ്കുലർ ടൂളിന്റെ ഒരു 4 ഓപ്ഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ റെക്ടാങ്കുലർ ടൂൾ അല്ലെങ്കിൽ മാർക്കി ടൂൾ എടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 4 ഓപ്ഷൻസ് കാണാം. അതിൽ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു സെലക്ഷൻ വരച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി വരക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരച്ചുണ്ടാക്കിയ സെലക്ഷൻ ഡിലീറ്റ്, റിമൂവ് ആയിക്കൊണ്ട് പുതിയൊരു സെലക്ഷൻ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൂള് എന്താണെന്ന് നോക്കാം. അടുത്ത ഓപ്ഷൻ, ഞാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സെലക്ഷൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി വരക്കുകയാണെങ്കിൽ കാണാം ഒരു പുതിയ സെലക്ഷൻ ക്രിയേറ്റ് ആവുന്നു. ഈ നമ്മൾ ആദ്യം ചെയ്ത സെലക്ഷൻ റിമൂവ് ആവാതെ അതിന്റെ കൂടെ യോജിച്ചുകൊണ്ട് ഒരു പുതിയ സെലക്ഷൻ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും വരച്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ടൂൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് കളയാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഗം റിമൂവ് ആയി പോകുന്നുണ്ട്. നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വരക്കുകയാണെങ്കിൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് വരച്ചിട്ടുള്ള ഇതിന്റെ അകത്തുള്ള ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗം റിമൂവ് ആയി പോകും. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് എങ്കിൽ ഞാൻ ഇത്രയും ഭാഗം വരച്ചിട്ടുണ്ടെങ്കിൽ ഈ വരച്ചതിന്റെ ഉള്ളിലുള്ള ഭാഗം അവിടെ ഉണ്ടാവും, ബാക്കിയുള്ള ഭാഗം റിമൂവ് ആയി പോകും. അതാണ് ഈ ടൂൾ. ഈ 4 ടൂളും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഈ ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്കിത് നല്ല യൂസ് ആണ്. ചില ഏരിയകളിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് പഠിച്ചു വെക്കുക. അപ്പൊ റെക്ടാങ്കുലർ ടൂളും അതുപോലെ അതിന്റെ ഓപ്ഷൻസും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാനുള്ളത് ലാസോ ടൂളാണ്. നമ്മൾ ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ ടൂളാണ് ലാസോ ടൂള്. ഇവിടെ തന്നെ 3 ഡിഫറെന്റ് ടൂൾസ് ഉണ്ട്. ഒന്ന് ലാസോ ടൂൾ, അതുപോലെ പോളിഗണൽ ലാസോ ടൂള്, മറ്റൊന്ന് മാഗ്നറ്റിക് ലാസോ ടൂള്. നമുക്ക് ലാസോ ടൂള് സെലക്ട് ചെയ്ത് ഞാനിവിടെ വരക്കുകയാണ്. ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്ക് എന്ത് രീതിയിലും വരച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സെലക്ഷനാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് ഈ 4 ഓപ്ഷൻസ് കാണാം. ഇതിന്റെ യൂസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് സെലക്ഷൻ കൊടുക്കാനാണ് നമ്മൾ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇനി നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ കളർ ഫില്ല് ചെയ്യാം, നമുക്കതിനെ മൂവ് ചെയ്യാം. അടുത്ത ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിഗണൽ ലാസോ ടൂൾ. ഈ ടൂള് വെച്ച് ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴൊന്നും അത് വർക്കാവുന്നില്ല. ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഒരു ലൈന് നമ്മൾ പിന്തുടർന്ന് വരും. അത് നെക്സ്റ്റ് എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് അടുത്ത ലൈൻ ക്രിയേറ്റ് ആയി വരും. നമുക്ക് കാണാം. അതായത് ഇങ്ങനെയുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ലെയർ ഇട്ട് അതിന് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഡിസൈൻസ് നമുക്ക് പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഈ ടൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് പോകുന്നതിനനുസരിച്ച്, അതായത് ഒരു മാഗ്നറ്റിക് ഫീലാണ് ഈ ടൂളിന് ഉണ്ടാവുന്നത്. ചില കേസിൽ ചില ഇമേജ് ഒക്കെ നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ടൂളിന് കുറച്ച് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ മാഗ്നറ്റിക് ലാസോ ടൂൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യില്ല. അതൊക്കെ അതിൻ്റെയൊക്കെ യൂസ് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് എൻജോയ് ദ ലേണിംഗ്.